ഇന്നൊരു സ്പെഷ്യൽ ഏലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ, നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ചൂട് കൂടുതലുള്ളപ്പോൾ പഴമൊക്കെ പെട്ടെന്ന് കറുത്തു പോകും. സാധാരണ രീതിയിൽ ഇങ്ങനെ കറുത്തുപോയ നേന്ത്രപ്പഴം കളയുക പതിവ്. കഴിക്കാനൊരു മടി തോന്നും. പക്ഷേ ഇനി അങ്ങനെ കളയേണ്ട കാര്യമില്ല. മറ്റൊരു രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം. ഏലാഞ്ചി നല്ലൊരു സ്നാക്കാണ്. വേണമെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാവുന്നതാണ്. മിക്സി ജാറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവാണ് ആദ്യം ഇടുന്നതെങ്കിൽ ജാറിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് മാവിട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ മുട്ട ചേർക്കാത്തതുകൊണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുവെന്നേ ഉള്ളൂ. നേന്ത്രപ്പഴം മുഴുവനും എടുക്കുന്നില്ല, പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. മാവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അല്പം ഉപ്പ് കൂടി ചേർക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതിൽ ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കട്ടയൊന്നുമില്ലാതെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അടുത്തത് ഫില്ലിംഗ് ആണ്. തേങ്ങ ചിരകിയത്, ഏലക്കാപ്പൊടി, കല്ലും കരടുമൊന്നുമില്ലാത്ത ശർക്കരപ്പൊടി, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതലായിട്ടൊന്നുമില്ല, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അത് ആദ്യം ഉരുക്കി അരിച്ചെടുക്കണം. അതിനുശേഷം ആ ശർക്കര പാനിയിൽ തേങ്ങ ചിരകിയതും ഏലക്കാപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും വരട്ടിയെടുക്കണം. ഈർപ്പം തീരെയില്ലാതെ വരട്ടിയെടുക്കണം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശർക്കരപ്പൊടി നമ്മൾ നേരിട്ട് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. പാൻ ഒരുപാട് ചൂടാകാൻ പാടില്ല. ചെറിയ ചൂടുള്ളപ്പോൾ മാവൊഴിച്ച് പരത്തണം. കട്ടി കുറഞ്ഞ ദോശ പോലെയാണ് ഉണ്ടാക്കേണ്ടത്. അത് തിരിച്ചിട്ടു. ഇതിൽ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് ഫില്ലിംഗ് നിറച്ച് കൊടുക്കുകയാണ്. ആദ്യം ഉണ്ടാക്കുന്നത് നെയ്യും ബട്ടറും ഒന്നുമില്ലാത്ത ഏലാഞ്ചിയാണ്. ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശ മടക്കുന്നത് പോലെ മടക്കിയെടുക്കാം. ചിലരൊക്കെ മറിച്ചിടാതെ ഫില്ലിംഗ് വെക്കാറുണ്ട്. ഞാൻ പക്ഷേ 2 സൈഡും മറിച്ചിട്ടതിന് ശേഷമാണ് ഫില്ലിംഗ് വെക്കുന്നത്. ആദ്യത്തേത് ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്തത് പരത്തിയെടുക്കുകയാണ്. ഇതിൽ ഞാൻ അല്പം നെയ്യ് ചേർക്കുന്നുണ്ട്. 2 ടൈപ്പും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കിയത്. മറിച്ചിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് അങ്ങനെ കിടന്നാൽ മതി. അതിനുശേഷം ഒന്നുകൂടി തിരിച്ചിടണം. ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഓവറായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കരുത്. കട്ടി കുറഞ്ഞ ദോശയായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും. പഴയതുപോലെ വീണ്ടും മടക്കിയെടുക്കുക. ഇത് കുറച്ചൊന്ന് മൊരിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. രണ്ടാമത്തെ നെയ്യിട്ട ഏലാഞ്ചിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഈ മെഷർമെൻറ്റിൽ ഞാൻ 6 ഏലാഞ്ചി ഉണ്ടാക്കിയെടുത്തു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.